എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ച് വ്യത്യസ്ത ചോദ്യങ്ങൾ. നിങ്ങളുടെ ടോപ്പിക് അനുസരിച്ച് അങ്ങ് പഠിക്കണേ, റിവിഷൻ നടത്തണം. ഞാൻ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതുമായി ബന്ധപ്പെട്ട റിവിഷൻ ക്ലാസ്സുകളും ആയിരിക്കും കൂടുതലും കൊണ്ടുവരുന്നത്. ഓക്കെ, കുറച്ച് റിവിഷനൊക്കെ അത്യാവശ്യമായിട്ട് കേട്ടിരിക്കുക കേട്ടോ. ഞാൻ കുറച്ച് റിവിഷൻ ഒന്ന് ചോദിച്ചിട്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. കേരളത്തിലെ നവോത്ഥാന സംഘടനകളും സ്ഥാപകരും പെട്ടെന്നൊന്ന് പറഞ്ഞ കേരളത്തിലെ നവോത്ഥാന സംഘടനകളും സ്ഥാപകരും. ഒന്ന്, സമത്വ സമാജം, വൈകുണ്ഠ സ്വാമികൾ 1836. സമത്വ സമാജം, വൈകുണ്ഠ സ്വാമികൾ 1836. പിന്നെ SNDP 1903 നമ്മുടെ ശ്രീനാരായണ ഗുരു. SNDP 1903 ശ്രീനാരായണ ഗുരു. പിന്നെ സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളി. അരേ സമാജവും 1907 പണ്ഡിറ്റ് കറുപ്പൻ. അരേ സമാജം 1907 പണ്ഡിറ്റ് കറുപ്പനാണ്. അതുപോലെ യോഗക്ഷേമ സഭ 1908 VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ 1908 VT ഭട്ടതിരിപ്പാട്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909 പൊയ്കയിൽ യോഹന്നാൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909 പൊയ്കയിൽ യോഹന്നാനാണ്. അതുപോലെ NSS സ്ഥാപിച്ചത് 1914 മന്നത്ത് പത്മനാഭൻ. സഹോദര സംഘം, മിശ്ര ഭോജനം, വിദ്യാപോഷിണി സഭ അത് 1917 സഹോദരൻ അയ്യപ്പൻ. വാക്പടാനന്ദന്റെ ആത്മവിദ്യാ സംഘവും 1917. അപ്പോൾ സഹോദര സംഘം, മിശ്ര ഭോജനം ഒക്കെ 1917 സഹോദരൻ അയ്യപ്പന്റെ. വാക്പടാനന്ദന്റെ ആത്മവിദ്യാ സംഘം 1917 തന്നെയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആനന്ദ മഹാസഭ വരുന്നത് 1918. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആനന്ദ മഹാസഭ 1918. അതുപോലെ 1933 ജാതി നാശിനി സഭ. ആനന്ദ തീർത്ഥന്റെ ജാതി നാശിനി സഭ ആനന്ദ തീർത്ഥൻ 33 വന്നത് അല്ലെ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ പ്രാചീന മലയാളം, ആദിഭാഷ, മോക്ഷപ്രദീപ ഖണ്ഡനം, വേദാധികാര നിരൂപണം. പ്രാചീന മലയാളം, ആദിഭാഷ, മോക്ഷപ്രദീപ ഖണ്ഡനം, വേദാധികാര നിരൂപണം. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം, ജാതി മീമാംസ. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ആത്മോപദേശ ശതകം, ദർശനമാല, ജാതി മീമാംസ, ദൈവദശകം ഇതൊക്കെ ആരുടെയാണ്? ശ്രീനാരായണ ഗുരു. SNDPയുടെ ആസ്ഥാനം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് SNDPയുടെ ആസ്ഥാനം. കൊല്ലത്താണ്. SNDPയുടെ ആദ്യകാല നാമം എന്താ? വാവൂട്ടി യോഗം. വാവൂട്ടി യോഗം. SNDPയുടെ ആജീവനാന്ത പ്രസിഡന്റ് ശ്രീനാരായണ ഗുരുവും SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാനാണ്. SNDPയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? കുമാരനാശാൻ. ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പുവാണ് SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ അല്ലെ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം എന്ന 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് 1888. തൊട്ട് തലേ വർഷമാ ശിവക്ഷേത്രം വരുന്നത്. അരുവിപ്പുറം ശിവക്ഷേത്രം എന്ന് ചോദിച്ചാൽ 1887. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ എന്ന് ചോദിച്ചാൽ 1888 ശ്രീനാരായണ ഗുരുവിന്റെ പറയേണ്ടത്. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കും, ഈ അവശ്യ സമുദായങ്ങളുടെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന കൃതിയല്ലേ ജാതിക്കുമ്മി? അവശ്യ സമുദായങ്ങളുടെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? ജാതിക്കുമ്മി. പണ്ഡിറ്റ് കറുപ്പന്റെയാണ്. ആരുടെ? പണ്ഡിറ്റ് കറുപ്പന്റെ. ജാതിക്കുമ്മി, ഉദ്യാന വിരുന്ന്, സ്വോത്രമന്താരം ഇതൊക്കെ ആരുടെ കൃതി എന്ന് ചോദിച്ചാൽ പണ്ഡിറ്റ് കറുപ്പന്റെ. ഇദ്ദേഹത്തിന്റെ ജനന സ്ഥലം എറണാകുളത്ത് ചേരാനെല്ലൂര. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് എറണാകുളം ചേരാനെല്ലൂര. എറണാകുളം ചേറായിൽ ജനിച്ചതാരാണ്? എറണാകുളം ചേറായിൽ സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ സ്മാരകം എവിടെയെന്ന് ചോദിച്ചാലും എറണാകുളം ചേറായിൽ അല്ലേ. അതുപോലെ കണ്ണൂര് പാട്യം ഗ്രാമത്തിൽ ജനിച്ചതാരാണ്? കണ്ണൂര് പാട്യം ഗ്രാമം വാക്പടാനന്ദൻ. കണ്ണൂര് പാട്യം ഗ്രാമത്തിൽ ജനിച്ചത് വാക്പടാനന്ദൻ. വാക്പടാനന്ദന്റെ ആദ്യകാല നാമം എന്താ? വയലേരി കുഞ്ഞിക്കണ്ണൻ. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ് വാക്പടാനന്ദന്റെ ആദ്യകാല നാമം ചോദിച്ചിട്ടുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കേരള നവോത്ഥാന നായകൻ വാക്പടാനന്ദനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കേരള നവോത്ഥാന നായകനാരാ? വാക്പടാനന്ദൻ. കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി ചട്ടമ്പി സ്വാമികളാണ്. പക്ഷെ കാവ്യ ഉപേക്ഷിച്ച് കതറണിഞ്ഞ നവോത്ഥാന നായകൻ നമ്മുടെ വാക്പടാനന്ദന്. അപ്പൊ കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നോ കാഷായം ധരിക്കാത്ത സന്യാസി എന്നോ ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികൾ പറഞ്ഞേരെ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കാവ്യം നമ്മുടെ ഈ ചട്ടമ്പി സ്വാമികളെ പറയുന്നതാണ്. കാവ്യ ഉപേക്ഷിച്ച് കതറണിഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? അത് നമ്മുടെ വാക്പടാനന്ദനാണ്. കണ്ണൂർ എവിടാ ജനിച്ചത്? പാട്യം ഗ്രാമത്തിലാണ് വാക്പടാനന്ദൻ ജനിച്ചത്. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി. അതുപോലെ ഒന്നാം ലോക മഹായുദ്ധ സമയത്ത്
യുദ്ധവിരുദ്ധ ജാഥ നയിച്ച നവോത്ഥാന നായകനാര്? യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് പൊയ്കയിൽ യോഹന്നാൻ അഥവാ കുമാര ഗുരുദേവൻ. പൊയ്കയിൽ യോഹന്നാൻ അഥവാ കുമാര ഗുരുദേവൻ. പിന്നെ അവർണരുമൊത്ത് രഥത്തിന്റെ തേര് വലിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. അവർണരുമൊത്ത് രഥത്തിന്റെ തേര് വലിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികൾ. ചാനാർലകളെ പിന്തുണച്ച നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാലും വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന 2 കൃതികളാണ് അഖിലത്തിരുട്ട്, അമ്മാനെ അരുൾനൂൽ. ഏതൊക്കെയാണ്? അഖിലത്തിരുട്ട്, അമ്മാനെ അരുൾനൂൽ വൈകുണ്ഠസ്വാമികളുടെ. നാഗർകോവിലെ സാമിത്തോപ്പിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. ഓക്കെ. ബ്രിട്ടീഷ് ഭരണത്തെ വെള്ള നീചന്റെ ഭരണമെന്നും തിരുവിതാംകൂറിന്റെ ഭരണത്തെ കറുത്ത നീചന്റെ ഭരണമെന്നും വെളുത്ത പിശാചിന്റെ ഭരണമെന്നും ബ്രിട്ടീഷുകാരെ വെളുത്ത പിശാചിന്റെ ഭരണമെന്നും ഒക്കെ അങ്ങനെയുള്ള വിശേഷണങ്ങളൊക്കെ കൊണ്ടുവന്നത് വൈകുണ്ഠസ്വാമികളാണ്. എല്ലാവർക്കും കുടിക്കാൻ വേണ്ടി മുന്തിരി കിണർ സ്ഥാപിച്ചു, സമപന്തി ഭോജനം നടത്തി. മുന്തിരി കിണർ സ്ഥാപിച്ചു, സമപന്തി ഭോജനം നടത്തി. അതുപോലെ സമപന്തി ഭോജനം, മുന്തിരി കിണർ, ഇതുപോലെ നിഴൽത്താങ്കൽ എന്നൊരു ആരാധനാലയം സ്ഥാപിച്ചു. നിഴൽത്താങ്കൽ എന്നൊരു ആരാധനാലയം സ്ഥാപിച്ചതും ആരാണ്? നമ്മുടെ വൈകുണ്ഠസ്വാമികളാണ്. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്, ആത്മോപദേശ ശതകം. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നു എന്ന് തുടങ്ങുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ഏത് കൃതിയിലേന്ന് ചോദിച്ചിട്ടുണ്ട്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നു എന്ന് തുടങ്ങുന്ന വരി ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകത്തിലാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതി ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ടാണ്. ആദ്യ കൃതി ഏതാണ്? ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്. നമുക്കൊരു ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രമില്ലേ? അത് കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം സ്ഥിതി ചെയ്യുന്നത്. അത് നല്ലൊരു പോയിന്റ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ കായംകുളത്താണ് ദേശീയ കാർട്ടൂൺ മ്യൂസിയം. കായംകുളത്താണ് ദേശീയ കാർട്ടൂൺ മ്യൂസിയം ഉള്ളത്. എവിടെയെന്ന് ചോദിച്ചു? കായംകുളത്ത് കൃഷ്ണപുരത്താണ്. അപ്പൊ കായംകുളത്താണ് പ്രധാന താപവൈദ്യുത നിലയം. കായംകുളത്താണ് നാഫ്തയിൽ പ്രവർത്തിക്കുന്ന പ്രധാന താപവൈദ്യുത നിലയം. രാജീവ് ഗാന്ധിയുടെ പേരിലാണ് ആ താപവൈദ്യുത നിലയം. ബ്രഹ്മപുരം ഏത് ജില്ലയിലാണ്? ബ്രഹ്മപുരം എവിടെയെന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിലാണ്. നല്ലളം എവിടെയാണ്? നല്ലളം ഡീസൽ പവർ പ്ലാന്റ്, അത് കോഴിക്കോട് ജില്ലയിലാണ്. ചീമേനി എവിടെയാണ്? ചീമേനി പ്രകൃതിവാതക നിലയം കാസർഗോഡ്. അപ്പൊ ബ്രഹ്മപുരം എറണാകുളം, നല്ലളം കോഴിക്കോട്, ചീമേനി കാസർഗോഡ് ജില്ലയിൽ. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് അല്ലേ? കാസർഗോഡിലെ പ്രധാന നൃത്തരൂപമല്ലേ യക്ഷഗാനം? കാസർഗോഡിലെ പ്രധാന നൃത്തരൂപം. കാസർഗോഡല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയുള്ളത്? ഏതാ? ബേക്കൽ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട കാസർഗോഡാണ്. അതുപോലെ ഈ കാസർഗോഡല്ലേ കേരളത്തിൽ കേന്ദ്ര യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിൽ കേന്ദ്ര യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് കാസർഗോഡ്. ഈ കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് കുടിലൂലാണ് തോട്ടവിള ഗവേഷണം. 2 പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ നടന്നിട്ടുണ്ട്. 2 പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാ? 1941 കയ്യൂർ സമരവും 1946 തോൽവിറക് സമരവും. 1941 കയ്യൂർ സമരം നടന്നത് കാസർഗോഡ് ഹോസ്ദുർഗിലാണ്. 1946 തോൽവിറക് സമരം നടന്നതും കാസർഗോഡ് ചീമേനിയിലാണ്. കേരളത്തിലെ ഏറ്റവും അവസാനമായി വന്ന ജില്ലയും കാസർഗോഡല്ലേ? ഏറ്റവും അവസാനം 14ാമത്തെ ജില്ല 1984 കേരളത്തിൽ 14ാമത്തെ ജില്ലയായ കാസർഗോഡ് ജില്ല വന്നത്. കേരളത്തിലെ 13ാമത്തെ ജില്ല ഏതാ? പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ലയാണ് 13ാമത്തെ. 12 വയനാട്, 13 പത്തനംതിട്ട, 14 ഏതാണ്? കാസർഗോഡ് ജില്ലയിൽ. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ജലവൈദ്യുത പദ്ധതിയും ശബരിഗിരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഒന്നാമത്തത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്നറിയാം. കേരളത്തിലെ 1ാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട ജില്ലയിലെ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. പമ്പയിലെയും കക്കിയിലെയും വെള്ളമാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിക്ക് ഉപയോഗിക്കുന്നത്. ഈ പത്തനംതിട്ട ജില്ലയിലല്ലേ പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്? എവിടെയെന്ന് ചോദിച്ചിട്ടില്ലേ? പെരുന്തേനരുവി വെള്ളച്ചാട്ടം പത്തനംതിട്ടയിലാണ്. ചരൽക്കുന്ന് വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ നടന്ന പ്രധാന സമരമല്ലേ ഇവിടെ ചെങ്ങറ ഭൂസമരം നടന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ലാഹ ഗോപാലൻ ഇതിന്റെ നേതാവ് ആരാണ്? ലാഹ ഗോപാലൻ. അപ്പൊ ചെങ്ങറ ഭൂസമരത്തിന്റെ നേതാവ് ലാഹ ഗോപാലനാണ്. ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിൽ. ഈ പത്തനംതിട്ട ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത്.
കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത്. 1987 1987 എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത്. 86 ഇന്ത്യയിൽ ആദ്യത്തെ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് 86 ചെന്നൈ, കേരളത്തിൽ ആദ്യമായിട്ട് 87 തിരുവല്ല. കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനും തിരുവല്ലയിലെ, പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനും തിരുവല്ല. അവിടെ ഇല്ലേ, അവിടെ തിരുവല്ലയിലല്ലേ ഒരു താറാവ് വളർത്തൽ കേന്ദ്രമുള്ള നിരണമുള്ളത്. അപ്പൊ കേരളത്തിലെ താറാവ് വളർത്തൽ കേന്ദ്രം എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ നിരണമാണ് താറാവ് വളർത്തൽ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ തിരുവല്ല നമുക്ക് വേറെണ്ണം പഠിച്ചിട്ടുണ്ട്, കരിമ്പ് ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? തിരുവല്ലയും മേനോൻ പാറയും. രണ്ടെണ്ണം ഉണ്ട്, തിരുവല്ലയുണ്ട്, മേനോൻ പാറയുണ്ട്. കേരളത്തിൽ കശുവണ്ടി ഗവേഷണ കേന്ദ്രവും രണ്ടെണ്ണം ഉണ്ടല്ലോ. ഏതൊക്കെയാ കേരളത്തിൽ കശുവണ്ടി ഗവേഷണ കേന്ദ്രം? ഒന്ന് ഏതെന്ന് ചോദിച്ചാൽ ആനക്കയം, മലപ്പുറം ആനക്കയവും. രണ്ട് തൃശ്ശൂര് മാടക്കത്തറയും. ആനക്കയം മലപ്പുറം, തൃശ്ശൂര് മാടക്കത്തറ ഏതാ? കശുവണ്ടി ഗവേഷണ കേന്ദ്രം. ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഇഞ്ചി ഗവേഷണ കേന്ദ്രം, ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയലാണ്. വയനാട് അമ്പലവയലാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം. അതുപോലെ കാപ്പി ഗവേഷണ കേന്ദ്രം വയനാട് ചൂണ്ടയിലല്ലേ ആണ്. കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ വയനാട് ചൂണ്ടയിൽ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര, കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര. അതുപോലെ ഈ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറയാണ്. പാമ്പാടും ചോലയല്ല, പാമ്പാടും പാറ. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം ഏതാണ്? പാമ്പാടും പാറ. ദേശീയ ഏലം ഗവേഷണ കേന്ദ്രം മയിലാടും പാറയാണ്. ദേശീയ ഏലം ഗവേഷണ കേന്ദ്രം മയിലാടും പാറയും സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം ഏതാണ്? പാമ്പാടും പാറയാണ്. ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടാ? കോഴിക്കോടാണ്. ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടാണ്? കോഴിക്കോട്. കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം എവിടാ? കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം അതെവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ശ്രീകാര്യം, തിരുവനന്തപുരം ശ്രീകാര്യത്താണ് കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം. എള്ള് ഗവേഷണ കേന്ദ്രം ഓണാട്ടുകരയാണ്. കേരളത്തിൽ എള്ള് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓണാട്ടുകരയിലാണ് എള്ള് ഗവേഷണം. ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ സ്ഥലം ഏതാ? ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായത് അത് നമ്മുടെ നെല്ലിയാമ്പതി. നെല്ലിയാമ്പതി, പാലക്കാട് നെല്ലിയാമ്പതി. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതി അല്ലേ? പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നതും പാലക്കാട് നെല്ലിയാമ്പതി. കേരളത്തിൽ മാംഗോ സിറ്റി എന്ന് വിളിക്കുന്നത് മുതലമടയാണ്. കേരളത്തിന്റെ മാംഗോ സിറ്റി മുതലമട. കേരളത്തിന്റെ ഓറഞ്ച് സിറ്റി ഏതാണ്? അത് നെല്ലിയാമ്പതിയാണ്. ഓറഞ്ച് സിറ്റി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഇടുക്കിയാണ്. ഇടുക്കിയിലെ വട്ടവട പഠിച്ചു വെച്ചിരിക്കണേ. വെളുത്തുള്ളി ഗവേഷണ കേന്ദ്രം ഒരെണ്ണമേ ഉള്ളൂ, ഏതാ? ഇടുക്കിയിലെ വട്ടവട. അപ്പൊ കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? ഇടുക്കിയാണ് വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാണ്? ഇടുക്കി. വനം കുറവ് എവിടെയാണ്? വനം കുറവ് എവിടെയെന്ന് വെച്ചാൽ ആലപ്പുഴയില്. അവിടെ ഒരു റിസർവ് വനം വന്നു, ആലപ്പുഴയിൽ വീയപുരം അല്ലെ? ആലപ്പുഴ ജില്ലയിലെ വീയപുരമാണ് അവിടുത്തെ റിസർവ് വനം ഏതെന്ന്. അപ്പൊ ഏറ്റവും കുറവ് വനമുള്ളത് എവിടെയാണ്? ആലപ്പുഴയില്. ആലപ്പുഴയിൽ 2 ബുദ്ധമത കേന്ദ്രത്തിന്റെ പേര് ചോദിച്ചിട്ടില്ലേ? ആലപ്പുഴയിലെ ബുദ്ധമത കേന്ദ്രം ഏതാ? കരുമാടിക്കുട്ടൻ ബുദ്ധമത കേന്ദ്രം, ശ്രീമൂലവാസം ബുദ്ധമത കേന്ദ്രം. അപ്പൊ കരുമാടിക്കുട്ടൻ എന്തുമായി ബന്ധപ്പെടുന്നു? ബുദ്ധ വിഗ്രഹവുമായി ബന്ധപ്പെടുന്നു. ശ്രീമൂലവാസം ബുദ്ധമത കേന്ദ്രം ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിൽ. ഈ ആലപ്പുഴ ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി പോസ്റ്റ് ഓഫീസ് വന്നതും കയർ ഫാക്ടറി വന്നതും. കേരളത്തിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസും കയർ ഫാക്ടറിയും ആലപ്പുഴയിലാണ്. 1857 പോസ്റ്റ് ഓഫീസും 1859 കയർ ഫാക്ടറിയും. 1859 കയർ ഫാക്ടറി വന്നത് എവിടെയാണ്? ആലപ്പുഴയിൽ. കയർ വ്യവസായം അല്ലേ ഏറ്റവും പഴയ പരമ്പരാഗത വ്യവസായം ഏതെന്ന് ചോദിച്ചാൽ കയർ വ്യവസായമാണ്. അത് ആലപ്പുഴയിൽ. പിന്നെയുണ്ട് ആലപ്പുഴയ്ക്ക് ഏറ്റവും നല്ലൊരു ക്വസ്റ്റ്യൻ, ആദ്യമായി ഗ്രന്ഥശാല വന്നത് എവിടെ? കേരളത്തിൽ ആദ്യത്തെ ഗ്രന്ഥശാല വന്നത് ആലപ്പുഴയിലെ അമ്പലപ്പുഴയിലാണ്. ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത് ആരാ? ഗ്രന്ഥശാലയുടെ പിതാവ്, കേരള ഗ്രന്ഥശാലയുടെ പിതാവ് P.N. പണിക്കർ. P.N. പണിക്കർ. അദ്ദേഹത്തിന്റെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനം, ജൂൺ 19.
അപ്പൊ വായനാ ദിനം ആരുടെ ചരമദിനമാണ്? PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് പറയുന്നത് ജൂൺ 19. ജൂൺ 5 ഏത് ദിനം? പരിസ്ഥിതി ദിനം. ജൂൺ 5 ഏത് ദിനം? പരിസ്ഥിതി ദിനം. ജൂൺ 8 സമുദ്ര ദിനം. ജൂൺ 5 പരിസ്ഥിതി ദിനം. ജൂൺ 8 ഏതാണ്? സമുദ്ര ദിനം. ജൂൺ 19 നിങ്ങൾ പറഞ്ഞ ഏതാ? വായനാ ദിനം. ജൂൺ 21 ഏതാണെന്നറിയാമോ? യോഗാ ദിനം. ജൂൺ 21 യോഗാ ദിനം എന്നാണ്. ജൂൺ 21 യോഗാ ദിനം. ജൂൺ 29 സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം. ജൂൺ 29 ഏത് ദിനം? സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവും PC മഹലനോബിസ് അല്ലേ? ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട് പറയുന്നത്. ജൂൺ 29 സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട് പറയുന്നത്. ആരുടെ ജന്മദിനം? PC മഹലനോബിസിന്റെ ജന്മദിനമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട് പറയുന്നത് എന്നാണ് ജൂൺ 29. അപ്പൊ ജൂൺ 21 ഏത് ദിനം? ജൂൺ 21 ഏത് ദിനം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് യോഗാ ദിനമാണ്. ജൂൺ 21. ജൂൺ 5 ഏത് ദിനം? പരിസ്ഥിതി ദിനം. അധ്യാപക ദിനം എന്നാണ്? അധ്യാപക ദിനം സെപ്റ്റംബർ 5 അല്ലെ? അധ്യാപക ദിനം എന്നാണ് സെപ്റ്റംബർ 5. നമുക്ക് 2 അധ്യാപക ദിനം ഉണ്ട്. ലോക അധ്യാപക ദിനം എന്ന് എടുത്തു ചോദിച്ചാൽ ഒക്ടോബർ 5 പറയാവൂ. ഇന്ത്യൻ അധ്യാപക ദിനം സെപ്റ്റംബർ 5ഉം ലോക അധ്യാപക ദിനം എന്നാണെങ്കിൽ ഏതെഴുതണം അവിടെ? ഒക്ടോബർ 5ഉമാണ് ലോക അധ്യാപക ദിനം. സെപ്റ്റംബർ 8 അല്ലേ സാക്ഷരതാ ദിനം? ആണ്. സെപ്റ്റംബർ 8 ഏത് ദിനോടെ? സാക്ഷരതാ ദിനമാണ് അല്ലെ? സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനം. സെപ്റ്റംബർ 21 ഏത് ദിനം? അൽഷിമേഴ്സ് ദിനം. സെപ്റ്റംബർ 29 ഹൃദയ ദിനം. സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനം. സെപ്റ്റംബർ 29 ഹൃദയ ദിനമാണ്. എന്നാണ് പ്രമേഹ ദിനം? പ്രമേഹ ദിനം നവംബർ 14. നവംബർ 14 പ്രമേഹ ദിനം. ക്യാൻസർ ദിനം എന്ന? ഫെബ്രുവരി 4. ക്യാൻസർ ദിനം എന്നാണ്? ക്യാൻസർ ദിനം ഫെബ്രുവരി 4. പ്രമേഹ ദിനം നവംബർ 14. അതുപോലെ കൂടുതൽ ചോദിക്കുന്ന ഹീമോഫീലിയ ദിനം ചോദിച്ചിട്ടുണ്ട്. ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ഏപ്രിൽ 25 മലേറിയ ദിനം. അപ്പൊ ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം. ഏപ്രിൽ 25 ഏതാണ്? മലേറിയ ദിനം എന്നു ചോദിച്ചാൽ ഏപ്രിൽ 25. കുറച്ചു നേരം ആയി തോന്നല്ലേ? ബോറടിച്ച ഒത്തിരി നേരം കൊണ്ടേക്കോ ഇല്ലാൾ ഇത് പറഞ്ഞു പോയി ക്ലാസ് എടുക്കുക സാറേ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി കാണും ഓരോരുത്തരെ അല്ലേ? ഇന്ന് കുറേ നല്ല ചോദ്യങ്ങളാണ്, പ്രീവിയസിൽ വന്ന നല്ല ചോദ്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. നോക്കേ, കപട സംക്രമണ മൂലകങ്ങൾ ഏത് എന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചടേ. കപട സംക്രമണ മൂലകങ്ങൾ പഠിച്ചു വെക്കുക. സിങ്ക്, കാഡ്മിയം, മഗ്നീഷ്യം. ഏതൊക്കെയാണ്? സിങ്ക്, കാഡ്മിയം, മെർക്കുറി. മഗ്നീഷ്യം അല്ല, മെർക്കുറി. സിങ്ക്, കാഡ്മിയം, മെർക്കുറിയാണ് കപട സംക്രമണ മൂലകങ്ങൾ. ഗ്രൂപ്പ് 12 ഉൾപ്പെടുന്നതാണ്. സംക്രമണ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? കപട സംക്രമണ മൂലകങ്ങൾ പോട്ടെ. സംക്രമണ മൂലകങ്ങൾ പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ വരുന്ന മൂലകങ്ങൾ ഏതാണ്? സംക്രമണ മൂലകങ്ങൾ. ഈ സംക്രമണ മൂലകങ്ങൾ എപ്പോഴും നിറമുള്ള സംയുക്തങ്ങളെ ഉണ്ടാക്കുന്ന മൂലകങ്ങളാണ്. ചോദിച്ച സ്റ്റേറ്റ്മെന്റ് വന്നതാണ്. നിറമുള്ള സംയുക്തങ്ങളെ ഉണ്ടാക്കുന്നു. സംക്രമണ മൂലകങ്ങളെല്ലാം ലോഹങ്ങളാണ്. സംക്രമണ മൂലകങ്ങളെല്ലാം ഏതാണ്? ലോഹങ്ങളാണ് ചോദിച്ചിട്ടുണ്ട്. അലസവാതകങ്ങൾ അഥവാ ഉത്കൃഷ്ടവാതകങ്ങൾ അഥവാ സീറോ ഗ്രൂപ്പ് മൂലകങ്ങളെ 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുവിടെ. ഏതാണ്? 18ാം ഗ്രൂപ്പ്. നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ, ഒക്കാനസൻ. അപ്പൊ അലസവാതകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അപ്പൊ അലസവാതകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ, ഒക്കാനസൻ അല്ലെ? ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ, ഒക്കാനസൻ. ഏറ്റവും അവസാനമായി കണ്ടുപിടിച്ചതും നമ്മുടെ സീറോ ഗ്രൂപ്പ് മൂലകം അഥവാ ഉത്കൃഷ്ടവാതകത്തെ. ചിലപ്പോൾ താഴെ പറയുന്നതിൽ ഉത്കൃഷ്ടവാതകം ഏത് എന്നൊരു ചോദ്യം വന്നാൽ എഴുതി വെച്ചുക. ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ, ഒക്കാനസൻ. 118ാമത്തെയാണ് ഒക്കാനസൻ. നമുക്ക് അവസാനമായി കണ്ടുപിടിച്ച മൂലകങ്ങൾ ഏതൊക്കെ? ഇതൊന്ന് പഠിച്ചു വെച്ചിട്ട്. അവസാനമായി 4 മൂലകങ്ങളാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. നിഹോണിയം 113. നിഹോണിയം ഏതാണ്? 113. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒരു ഏഷ്യൻ രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ഏത് എന്ന് ചോദിച്ചാൽ നിഹോണിയം 113. മോസ്കോവിയം 115. മോസ്കോവിയം എത്രയാണ്? 115. റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയുടെ പേരിൽ. അപ്പൊ നിഹോണിയം 113 ഒരു ഏഷ്യൻ രാജ്യത്തിന്റെ പേരിൽ. ഏതാ? ജപ്പാന്റെ പേരിലാണ്. ജപ്പാന്റെ പഴയ പേര് നിപ്പോൺ എന്നൊക്കെ അല്ലായിരുന്നോ? അപ്പോൾ ജപ്പാന്റെ പേരിലാണ് നിഹോണിയം. പിന്നെ മോസ്കോവിയം 115. ടെന്നിസീൻ അമേരിക്കയിലെ ഒരു സ്ഥലമാണ്. ടെന്നിസീൻ 117. ഒക്കാനസൻ ഏറ്റവും അവസാനമായി കണ്ടുപിടിച്ച 118ാമത്തത് ഏതാണ്? ഒക്കാനസൻ. നമ്പർ പഠിച്ചു വെച്ചിരിക്കണേ. 118ാമത്തത് ഒക്കാനസൻ ആണ്. 118ാമത്തത് അത് പഠിച്ചു വെച്ചിരിക്കണേ. അത് പരീക്ഷയ്ക്ക് നോക്കി. അപ്പൊ നിഹോണിയം 113, മോസ്കോവിയം 115, ടെന്നിസീൻ 117,
117, ഒക്കാനസൻ 118. അത് പഠിച്ചു വെച്ചിരിക്കണേ. 1 മുതൽ 20 വരെയുള്ള ഉറപ്പായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അവിടെ 1 മുതൽ 20 വരെ ഉള്ളത് ഓർഡർ തെറ്റാതെ പലപ്പോഴും ആവർത്തിക്കാറുണ്ട്. ഏതൊക്കെയാണ്? ഹൈഡ്രജൻ 1, ഹീലിയം 2, ലിഥിയം 3, ബെറിലിയം 4, ബോറോൺ 5. ഹൈഡ്രജൻ 1, ഹീലിയം 2, ലിഥിയം 3, ബെറിലിയം 4, ബോറോൺ 5. കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9, നിയോൺ 10. കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9, നിയോൺ 10. സോഡിയം 11, മഗ്നീഷ്യം 12, അലൂമിനിയം 13, സിലിക്കൺ 14, ഫോസ്ഫറസ് 15. സോഡിയം 11, മഗ്നീഷ്യം 12, അലൂമിനിയം 13, സിലിക്കൺ 14, ഫോസ്ഫറസ് 15. പിന്നെ 16 സൾഫർ, 17 ക്ലോറിൻ, 18 ആർഗൺ, 19 കാൽസ്യം, 19 പൊട്ടാസ്യം, 20 കാൽസ്യം. ഒന്നും കൂടെ പറഞ്ഞേടെ. 16 സൾഫർ, 17 ഏതാണ്? ക്ലോറിൻ, 18 ആർഗൺ, 19 പൊട്ടാസ്യം, 20 കാൽസ്യം. 19 പൊട്ടാസ്യം, 20 കാൽസ്യം. ഓക്കെ, അപ്പം 1 to 20 ഒന്നും കൂടെ പറഞ്ഞേ. ഹൈഡ്രജൻ 1, ഹീലിയം 2, ലിഥിയം 3, ബെറിലിയം 4, ബോറോൺ 5, കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9, നിയോൺ 10. സോഡിയം 11, മഗ്നീഷ്യം 12, അലൂമിനിയം 13, സിലിക്കൺ 14, ഫോസ്ഫറസ് 15. സൾഫർ 16, സിലിക്കൺ 14, ഫോസ്ഫറസ് 15. സൾഫർ 16, അടുത്തത് ക്ലോറിൻ 17, 18 ആർഗൺ, 19 പൊട്ടാസ്യം, 20 കാൽസ്യം. 20 കാൽസ്യം. ഇനി 26 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ലേ? 26 അയൺ. അയൺ എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്? 26. 29 പഠിച്ചു വെച്ചേ. കോപ്പർ. 26 അയൺ ആണെങ്കിൽ 29 ഏതാണ്? കോപ്പർ. 30 സിങ്ക്. 29 കോപ്പർ, 30 സിങ്ക് ആണ്. അത് ചോദിച്ചു. 47 സിൽവർ പഠിച്ചു വെച്ചേ. 47 ഏതാണ്? സിൽവർ. 50 ടിന്ന്. 50 ഏതാണ്? ടിന്ന്. 74 ചോദിച്ചിട്ടുണ്ട്. ടങ്സ്റ്റൻ. 74 ഏതാണ്? ടങ്സ്റ്റൻ. ടങ്സ്റ്റന്റെ പ്രതീകം W എന്നാണ്. വുൾഫ്രം. ടങ്സ്റ്റന്റെ പ്രതീകം എന്താണ്? W, വോൾഫ്രം. അതുപോലെ 74 ടങ്സ്റ്റൺ പഠിച്ചേ. 78, 79, 80 കൂടെ പഠിച്ചേ. 78 ഏതാണ്? 78 പരീക്ഷയ്ക്ക് ചോദിച്ചാൽ പ്ലാറ്റിനം, 79 സ്വർണം, മെർക്കുറി 80. 78 പ്ലാറ്റിനം, 79 സ്വർണം, 80 മെർക്കുറി. മെർക്കുറി ഹൈഡ്രാർജിറം, Hg എന്നാണ് വിളിക്കുന്നത്. Hg. സ്വർണം Au, ഓറം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ 78 പ്ലാറ്റിനം, 79 സ്വർണം, 80 മെർക്കുറി. 92ാമത്തെ പ്രകൃതിദത്ത മൂലകം യുറേനിയം ആണ്. 92 ഏതാണ്? യുറേനിയം. പിന്നെ നിങ്ങൾക്ക് 99, 100, 101 ചോദിച്ചിട്ടുണ്ട്. 99 ഐൻസ്റ്റീനിയം, 100 ഫെർമിയം, 101 മെന്റലീവിയം. 99 ഐൻസ്റ്റീനിയം, 100 ഫെർമിയം, 101 മെന്റലീവിയം. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അപ്പം അത്രയും ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി നിങ്ങളും കൂടെ ഒക്കെ പഠിക്കുക. ഓക്കെ, പുതിയതായി കണ്ടുപിടിച്ച 4 മൂലകങ്ങളെയൊക്കെ നിഹോണിയം, മോസ്കോവിയൻ, ടെന്നിസൺ, ഒഗാനസൻ. ഒഗാനസന്റെ അറ്റോമിക നമ്പർ എത്ര? 118. ഇനി ഈ ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റുകളാണല്ലോ ഡിഗ്രി സെൽഷ്യസും കെൽവിനും ഫാരൻഹീറ്റും. ഇതിൽ എപ്പോഴും ചോദിച്ചു കിടന്നതാണ്. ഇത് പഠിച്ചിട്ട് പോകണോടെ. അതായത് നമ്മുടെ ശരീര ഊഷ്മാവ് നമുക്കറിയാം 37 ഡിഗ്രി സെൽഷ്യസ്, 36 സംതിങ്, 37 ഡിഗ്രി സെൽഷ്യസ്. ഇത് എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 37 ഡിഗ്രി സെൽഷ്യസ് 98.6 ഡിഗ്രി ഫാരൻഹീറ്റും 310 കെൽവിനും കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. അപ്പൊ ഒരു നമ്മുടെ താപനില, ശരീരത്തിന്റെ താപനില 37 ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലോട്ട് ആക്കാൻ പറഞ്ഞാൽ ഏതാണ്? 98.6 ഫാരൻഹീറ്റ് ആണ്. എത്ര കെൽവിൻ ആണ്? 310 കെൽവിൻ. അതുപോലെ ഐസ് ഉരുകുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? ഐസ് ഉരുകുന്നത് 0 ഡിഗ്രി സെൽഷ്യസ്. അതിനെ മാറ്റാൻ ചോദിക്കാം. 0 ഡിഗ്രി സെൽഷ്യസ് എത്ര ഫാരൻഹീറ്റ്? 32 ഫാരൻഹീറ്റും 273 കെൽവിനും. 273 കെൽവിനുമാണ്. 32 ഫാരൻഹീറ്റും 273 കെൽവിൻ. ഇനി ഏതാ മനസ്സിൽ വരുന്നത്? ജലം തിളയ്ക്കുന്ന ചോദിക്കാറില്ലേ? ജലം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലം തിളയ്ക്കുന്നത് ഏതാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ജലം തിളയ്ക്കുന്നത്. അത് 212 ആണ് ഫാരൻഹീറ്റ് ചോദിച്ചാൽ. 373 ആണ് കെൽവിൻ ചോദിച്ചാൽ. 373 ഏതാണ്? കെൽവിൻ. അപ്പൊ 212 ഫാരൻഹീറ്റും 373 കെൽവിനുമാണ് തുല്യമായി വരുന്നത്. ഇനി തുല്യമായി വരുന്നതായി ഇവരാണ്. തുല്യമായി വരുന്നത് എന്നും കാണാതെ പഠിച്ചേരെ. -40 ഡിഗ്രി സെൽഷ്യസ് -40 ഫാരൻഹീറ്റിന് തുല്യമാണ്. -40 ഡിഗ്രി സെൽഷ്യസ്
-40 ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമാണ്. അതുപോലെ ഫാരൻഹീറ്റും കെൽവിനും തുല്യമായി വരുന്നത് കണ്ടോ 574.25 ഫാരൻഹീറ്റ് 574.25 കെൽവിന് തുല്യമാണ്. ഇത് രണ്ടും പഠിച്ചിട്ട് കയറാവേ. അപ്പൊ ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും തുല്യമായ സംഖ്യ ഏത്? -40. ഇതങ്ങ് പഠിച്ചു നോക്കുക. -40 സെറ്റാണ്. അത് ഉറപ്പായിട്ട് വരാൻ പറ്റിയതാ. അടുത്ത നോക്കെ, പ്രധാന ഉപകരണങ്ങൾ ഉപയോഗങ്ങൾ LGS ചോദിക്കാൻ പറ്റിയതാ. ബാരോമീറ്റർ, അന്തരീക്ഷ മർദ്ദം അളക്കുന്നത് ബാരോമീറ്റർ, പാലിന്റെ സാന്ദ്രത അളക്കുന്നത് ലാക്ടോമീറ്റർ, താപം അളക്കുന്നത് കലോറിമീറ്റർ, അന്തരീക്ഷത്തിന്റെ ആർദ്രത അളക്കുന്നത് ഹൈഗ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നത്. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അപ്പൊ ഹൈഡ്രോയും തെറ്റിപ്പോകുന്നവരുണ്ട്. അന്തരീക്ഷ ആർദ്രതയാകുമ്പോൾ ഹൈഗ്രോമീറ്റർ, ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രതയാകുമ്പോൾ ഹൈഡ്രോമീറ്റർ. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് മാനോമീറ്റർ, വാതകങ്ങളുടെ മർദ്ദം അളക്കുന്ന ഉപകരണമാണ് മാനോമീറ്റർ. അനിമോമീറ്റർ, കാറ്റിന്റെ വേഗത അളക്കുന്നത് അനിമോമീറ്റർ. ഫാത്തോമീറ്റർ, സമുദ്രത്തിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്നത് ഫാത്തോമീറ്റർ. പൈറോമീറ്റർ, ഉയർന്ന ഊഷ്മാവ് അളക്കുന്നത് പൈറോമീറ്റർ. ഹൈഡ്രോഫോൺ, ജലത്തിനടിയിൽ ശബ്ദം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ഹൈഡ്രോഫോൺ ആണ്. ക്രോണോമീറ്റർ, കപ്പലിൽ കൃത്യസമയം അളക്കാൻ ഉപയോഗിക്കുന്നത് ക്രോണോമീറ്റർ. പെരിസ്കോപ്പ്, അന്തർവാഹിനികളിൽ ഇരുന്നു കൊണ്ട് ജലോപരിതലത്തിലെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത് പെരിസ്കോപ്പ്. ഗാൽവനോമീറ്റർ, വളരെ കുറഞ്ഞ അളവിൽ വൈദ്യുത പ്രവാഹത്തിന്റെ സാന്നിധ്യവും ദിശയും അളക്കാൻ ഉപയോഗിക്കുന്നത് ഗാൽവനോമീറ്റർ. ഇത്രയും ഉപകരണങ്ങൾ ഒന്ന് പഠിച്ചിട്ട് കയറണേ. അടുത്തത് ആറ്റം ബോംബും ഹൈഡ്രജൻ ബോംബിന്റെയും പ്രവർത്തന തത്വം ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് പഠിച്ചേരെ. ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫിഷനും ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷനുമാണ്. മലയാളവും പഠിച്ചേരെ. ന്യൂക്ലിയർ ഫിഷന്റെ മലയാളം അണുവിഘടനവും ന്യൂക്ലിയർ ഫ്യൂഷന്റെ മലയാളം അണുസംയോജനവും എന്നാണ്. ഇത് എടുത്തെടുത്ത് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സൂര്യനിലെ നക്ഷത്രങ്ങളുടെയും ചൂടിനും പ്രകാശത്തിനും കാരണം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് കേട്ടോ. അപ്പൊ ആറ്റം ബോംബ് ന്യൂക്ലിയർ ഫിഷൻ, ഹൈഡ്രജൻ ബോംബ് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും ചൂടിലും പ്രകാശത്തിന് കാരണം എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ആര് ആറ്റം ബോംബിന്റെ പിതാവ്? ആറ്റം ബോംബിന്റെ പിതാവ് റോബർട്ട് ഓപ്പൺ ഹെയ്മർ. ചിലർ ഓട്ടോ ഹാൻ എന്ന് പറയും. അത് ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ച ആളാണ്. അതിന്റെ പ്രവർത്തന തത്വം. അപ്പം ആറ്റം ബോംബിന്റെ പിതാവ് റോബർട്ട് ഓപ്പൺ ഹെയ്മറും ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് എഡ്വേർഡ് ടെല്ലറും. ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് ആരാണ്? എഡ്വേർഡ് ടെല്ലർ ആണ്. ഇനി ഇതാണ് LGSലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഭക്ഷ്യവസ്തുക്കൾക്ക് നിറം നൽകുന്ന വസ്തുക്കൾ നോക്കാം. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് കാർമോയിസിൻ. എറിത്രോസിനും പറയാം കേട്ടോ. കാർമോയിസിൻ. ചുവപ്പ് നിറം ഏതാണ്? കാർമോയിസിൻ. മഞ്ഞ നിറം ടാർട്രസിൻ. അപ്പൊ ഭക്ഷ്യവസ്തുക്കൾക്ക് മഞ്ഞ നിറം ലഭിക്കാൻ എന്തുപയോഗിക്കുന്നു? ടാർട്രസിൻ. നീല നിറം ഇൻഡിഗോ കാർമൈൻ. പച്ച നിറം ഫാസ്റ്റ് ഗ്രീൻ. അപ്പൊ ചുവപ്പ് നിറം നൽകുന്നത് കാർമോയിസിൻ അല്ലെങ്കിൽ എറിത്രോസിൻ, മഞ്ഞ നിറം ടാർട്രസിൻ, നീല നിറം ഇൻഡിഗോ കാർമൈൻ, പച്ച നിറം ഫാസ്റ്റ് ഗ്രീന്. അടുത്തത് പുളിരുചി. ഭക്ഷ്യവസ്തുക്കൾക്ക് പുളിരുചി കിട്ടാൻ ഫോസ്ഫോറിക് ആസിഡ് ചേർക്കുന്നു. പൈനാപ്പിളിന്റെ സുഗന്ധം കിട്ടാൻ അലൈൻ ഹെക്സനോയേറ്റ് പൈനാപ്പിളിന്റെ സുഗന്ധം കിട്ടാൻ ചേർക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതാണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാ. ഏകാത്മക മിശ്രിതവും ഭിന്നാത്മക മിശ്രിതത്തിനും ഉദാഹരണം ഉറപ്പായിട്ട് വരാം. ഒരു മിശ്രിതത്തിലെ ഘടകങ്ങൾ അതിന്റെ വ്യാപ്തത്തിൽ ഒരേപോലെ വിതരണം ചെയ്താൽ ഏകാത്മക മിശ്രിതം. എക്സാമ്പിൾ അങ്ങ് പഠിച്ചിട്ട് പോയാൽ മതി. ഉപ്പ്, വെള്ളം, സ്റ്റീല് കേട്ടോ, പഞ്ചസാര ലായനി, വായു, ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്വർണം. ഉപ്പ്, വെള്ളം, സ്റ്റീല്, പഞ്ചസാര ലായനി, ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്വർണം, വായു, ഇതെല്ലാം നമുക്ക് ഏകാത്മക മിശ്രിതത്തിന് ഉപയോഗിക്കാം. ഇനി ഭിന്നാത്മക മിശ്രിതം എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ ഘടകങ്ങൾ ഒരു ഏകീകൃതമല്ലാത്ത ഘടനയിൽ കലർത്തുമ്പോൾ അവ പരസ്പരം വേറിട്ട് നിൽക്കുന്നു. ഉദാഹരണം, ഉപ്പും മണലും ചേർന്ന മിശ്രിതം, ചെളിവെള്ളം, മണ്ണെണ്ണയും വെള്ളവും കലർന്ന മിശ്രിതം. ഉപ്പും മണലും ചേർന്ന മിശ്രിതം, ചെളിവെള്ളം, മണ്ണെണ്ണയും വെള്ളവും കലർന്ന മിശ്രിതം ഏതാണ്? ഭിന്നാത്മക മിശ്രിതമാണ്. ഒരു വാതകത്തെ ദ്രാവകമാക്കുന്ന പ്രക്രിയ. ഇതാണ്ട് ഒരു LGS ചോദ്യപ്പെടുന്നതാ. കനീഫവിക്കൽ. വാതകത്തെ ദ്രാവകമാക്കുന്ന പ്രക്രിയ ഏതാണ്? കനീഫവിക്കൽ. ഇതും കൂടെ പഠിച്ചേരെ. ഒരു വാതകത്തെ ദ്രാവകമാക്കുന്ന ഏറ്റവും അനുകൂല സാഹചര്യം മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. ഇത് തെറ്റരുതേ, പഠിച്ചു വെച്ചിരിക്കുക. മർദ്ദം കൂട്ടുക ഇങ്ങനെയുള്ളത് സ്റ്റേറ്റ്മെന്റ് വരും. ഒരു വാതകത്തെ ദ്രാവകമാക്കുന്ന അനുകൂല സാഹചര്യം ഏതാണ്? മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. ഒരു വാതകത്തെ ദ്രാവകമാക്കുന്ന
ചൂടാക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം എന്നങ്ങാണ് എടുത്തു വെച്ചാൽ ലിക്വിഫയർ എന്നാണ് അത് അറിയപ്പെടുന്നത്. ലിക്വിഫയർ എന്നാണ് കേട്ടോ. ഇനി LPGയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഏതെന്ന്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ബ്യൂട്ടൈൻ ആണ്. പിന്നെ എന്തുകൊണ്ട്? പ്രൊപ്പൈനും ഉണ്ട്. അപ്പൊ ബ്യൂട്ടൈനും പ്രൊപ്പൈനുമാണ് LPGയിലെ പ്രധാന ഘടകം. CNG ഉണ്ടല്ലോ, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, ഇതിൽ പ്രധാന ഘടകം മീഥെയിൻ ആണ്. ബയോഗ്യാസിലെ പ്രധാന ഘടകവും മീഥെയിൻ ആണ്. ബയോഗ്യാസിലെ പ്രധാന ഘടകവും ഏതാണ്? മീഥെയിൻ ആണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇനി സദിശ അളവും അതിശ അളവും പഠിച്ചു വെക്കുക. ഉദാഹരണം മറന്നു പോവരുത്. ഇതൊക്കെ ഹാളിൽ ചെല്ലുമ്പോ അയ്യോ ഇത് കണ്ടില്ലല്ലോ നോക്കല്ലേ. ദിശ ചേർത്ത് പറയുന്നതാണല്ലോ സദിശ അളവ്. ദിശ ചേർത്ത് പറയുന്നത് സദിശം, ദിശ പറയാത്തത് അതിശം. ഉദാഹരണം നിങ്ങൾ നല്ലോണം പഠിച്ചേരെ. ത്വരണം, പ്രവേഗം, ബലം, സ്ഥാനാന്തരം. ത്വരണം, പ്രവേഗം, ബലം, സ്ഥാനാന്തരം ഇതെല്ലാം ഏതാ? സദിശ അളവിന് ഉദാഹരണം. അപ്പൊ അതിശ അളവ് ദിശ ചേർക്കാതെ പറയുന്നതാ. സമയം, ദൂരം, പിണ്ഡം, വേഗത, വ്യാപ്തം, സാന്ദ്രത. സമയം, ദൂരം, പിണ്ഡം, വേഗത, വ്യാപ്തം, സാന്ദ്രത ഇതൊക്കെ ഏതാണ്? അതിശ അളവിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ് പ്രകാശവർഷം. നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാ? പ്രകാശവർഷം. സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം അളക്കുന്നത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നത് പാർ സെക്കൻഡ്. അപ്പൊ നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നത് പ്രകാശവർഷം, സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം അളക്കുന്നത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നത് പാർ സെക്കൻഡ് എന്നതാണ്. അതുപോലെ ഈ കപ്പലുകളുടെ വേഗത അളക്കുന്ന യൂണിറ്റിനെ നോട്ട് എന്ന് വിളിക്കുന്നു. സൂപ്പർസോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത അളക്കുന്ന യൂണിറ്റ് മാക് നമ്പർ എന്ന് വിളിക്കുന്നു. കപ്പലുകളുടെ വേഗത അളക്കുന്നത് നോട്ട്, സൂപ്പർസോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത അളക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? മാക് നമ്പർ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇച്ചിരി ജിയോഗ്രഫിയിലോട്ട് അറിയാലോ. താർ മരുഭൂമി എത്ര സംസ്ഥാനങ്ങളിലൂടെ വ്യാപിച്ചു കിടക്കുന്നു? ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത് 4 സംസ്ഥാനം. തെറ്റരുത്. താർ മരുഭൂമി രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി നദിയാണ്. റാൻ ഓഫ് കച്ചിലൂടെ ഒഴുകുന്നതും മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി എന്നൊക്കെ ചോദിച്ചാൽ ലൂണി നദിയാണ്. ഇവിടെ ലഭിക്കുന്ന ശരാശരി വാർഷിക മഴ 150 മില്ലിമീറ്ററിൽ താഴെയാണ്. 150 മില്ലിമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയല്ലേ താർ മരുഭൂമി. ആരവല്ലി കുന്നുകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ താർ മരുഭൂമി കിടന്നത്. ഈ താർ മരുഭൂമിക്കകത്താണ് ജയ്സാൽമീർ എന്ന് പറയുന്നത്. താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്ന് പറയുന്നത് നമ്മൾ എടുത്തു ചോദിക്കും. ജയ്സാൽമീർ എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് താർ മരുഭൂമിയിലായിട്ടാണ്. ഓക്കെ, ഇനി ഇതാണ്ട് ഇമ്പോർട്ടന്റ് ഉപദ്വീപ്യ നദികൾ ഏതൊക്കെ? അവയുടെ ഉത്ഭവം പതനം പറയാൻ. ഉപദ്വീപ്യ നദി ഉത്ഭവം പതനം കാണാതെ പഠിച്ചേരെ. ഗോദാവരി മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഗോദാവരി ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക കുന്നുകളിൽ നിന്നും ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. മഹാനദി ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ സിംഹാവയിലെ അമർകണ്ടക് കൊടുമുടി, സിംഹാവ മലനിരയിലെ അമർകണ്ടക് കൊടുമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഉറപ്പായിട്ട് വരാം ഒരു ഉത്ഭവോ പതനോ. അപ്പൊ മഹാനദി ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ സിംഹാവയിലെ അമർകണ്ടക് കൊടുമുടിയിൽ നിന്നും ബംഗാൾ ഉൾക്കടൽ. കൃഷ്ണ മഹാരാഷ്ട്രയിലെ മഹാബലീശ്വറിൽ നിന്നും ഉത്ഭവിക്കുന്നു, പതിക്കുന്നത് ബംഗാൾ ഉൾക്കടൽ. മഹാരാഷ്ട്രയിലെ മഹാബലീശ്വറിൽ നിന്ന് ഉത്ഭവിക്കുന്നു, പതിക്കുന്നത് ബംഗാൾ ഉൾക്കടൽ. ഉറപ്പായിട്ട് ഏറ്റവും കൂടുതൽ കൃഷ്ണ ചോദിക്കുന്നത്. കാവേരി കർണാടകയിലെ കുടകിലെ തലക്കാവേരിയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. കർണാടകയിലെ കുടകിലെ തലക്കാവേരിയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ആര് വരുന്നു? കാവേരി വരുന്നു, പതിക്കുന്നത് ബംഗാൾ ഉൾക്കടൽ. നർമ്മദ മധ്യപ്രദേശിലെ മൈക്കല നിരകളിലെ അമർഖണ്ഡ് പീഠഭൂമി, മധ്യപ്രദേശിലെ മൈക്കല നിരയിലെ അമർഖണ്ഡ് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിച്ച് ഇവിടെ അറബിക്കടലിലാണ് പതിക്കുന്നത് കേട്ടോ. അറബിക്കടലിൽ പതിക്കുന്ന 2 ഉപദ്വീപ്യ നദികൾ ഏതൊക്കെയാണ്? നർമ്മദയും താപ്തിയുമാണ്. താപ്തി മധ്യപ്രദേശിലെ മുൾട്ടായി പീഠഭൂമിയിൽ നിന്ന് വന്നിട്ട് അറബിക്കടലിലോട്ടാണ് പതിക്കുന്നത്. അപ്പൊ നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. ഓക്കെ, ഓർത്തു വെച്ചിരിക്കുന്ന നല്ലൊരു പോയിന്റ് ആണ്, അത് ഉറപ്പായിട്ട് വരും. മലയാള പത്രത്തിന്റെ പിതാവ് ഹെർമൻ ഗുണ്ടട്ട് അല്ലേ? പത്രത്തിന്റെ പിതാവ് അങ്ങനെ ചോദിച്ചാൽ ഹെർമൻ ഗുണ്ടട്ട്, കാരണം ആദ്യ പത്രം ഇറക്കിയ അയാളാണല്ലോ. അന്നേരം നമ്മുടെ രാജ്യ സമാചാരം ഹെർമൻ ഗുണ്ടട്ട്. മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനും മലയാള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുമാണ്. മലയാള പത്രത്തിന്റെ പിതാവ് ഹെർമൻ ഗുണ്ടട്ട്, പത്രപ്രവർത്തനത്തിന്റെ പിതാവ്
ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികനാരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. ഓക്കെ, ഇനി ഇതാണ് നോക്കെ, മലയാളത്തിൽ ആദ്യത്തെ വനിതാ മാസിക ഇങ്ങനെയൊക്കെ ഉള്ളത് കയറി വരും. കേരളീയ സുഗുണബോധിനി. വനിതാ മാസികയുടെ പേരെന്താണ്? കേരളീയ സുഗുണബോധിനി. മലയാളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മാസികയും കോളേജ് മാസികയും വിദ്യാസംഗ്രഹമാണ്. CMS കോളേജിലാണ് ആദ്യമായിട്ട് വരുന്നത്. ആദ്യ വിദ്യാഭ്യാസ മാസിക വിദ്യാസംഗ്രഹം. ഇനി നോക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ. കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രം, വർഷം, സ്ഥാപകരെ നമുക്ക് നോക്കാം. രാജ്യസമാചാരം 1847, ഹെർമൻ ഗുണ്ടട്ട്, തലശ്ശേരി. രാജ്യസമാചാരം 1847, ഹെർമൻ ഗുണ്ടട്ട്, തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവ്. പശ്ചിമോദയോ അന്ന് 1847 ഒക്ടോബർ മാസം, മറ്റേത് ജൂണിലും ഇത് ഒക്ടോബർ. ഹെർമൻ ഗുണ്ടട്ട്, തലശ്ശേരി. ഇപ്പൊ നിലവിലെ ഏറ്റവും പഴയ പത്രം ദീപികയിലെ ഏറ്റവും പഴയ പത്രമായ ദീപിക, നസ്രാണി ദീപിക എന്ന പണ്ടറിയട്ടത് 1887 കോട്ടയത്ത് നിന്ന് നീതിയിരിക്കൽ മാണി കത്തനാറാണ് സ്ഥാപിക്കൻ. നീതിയിരിക്കൽ മാണി കത്തനാറാണ് സ്ഥാപകൻ. കോട്ടയത്ത് നിന്ന് തന്നെയാണ് വരുന്നത്. മലയാള മനോരമ പത്രവും കോട്ടയം ജില്ലയിൽ നിന്ന് തന്നെ 1888 കണ്ടത്തിൽ വർഗീസ് മാപ്പിള. മലയാള മനോരമ പത്രം കണ്ടത്തിൽ വർഗീസ് മാപ്പിള, കോട്ടയം ജില്ലയിൽ നിന്ന്. സ്വദേശാഭിമാനി പത്രം 1905 വക്കം അബ്ദുൾ ഖാദറാണ്, അഞ്ചുതെങ്ങ് നിന്നാണ് വരുന്നത്. സ്വദേശാഭിമാനി പത്രം 1905 വക്കം അബ്ദുൾ ഖാദറാണ് കൊണ്ടുവരുന്നത്. അഞ്ചുതെങ്ങ്. ഇതിന്റെ എഡിറ്റർമാരാണ് നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും CP ഗോവിന്ദപിള്ളയൊക്കെ വരുന്നത്. കേരള കൗമുദി പത്രം 1911 CV കുഞ്ഞിരാമൻ, കൊല്ലം മയ്യനാട് നിന്ന് കൊണ്ടുവരുന്നു. ദേശാഭിമാനി പത്രം 1915 TK മാധവൻ, കൊല്ലത്ത് നിന്ന് വരുന്നു. മാതൃഭൂമി പത്രം 1923 KP കേശവ മേനോൻ, കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ മാതൃഭൂമി പത്രം സ്ഥാപിച്ചത് കോഴിക്കോട് ജില്ലയിൽ, KP കേശവ മേനോൻ 23. കേരള കൗമുദി പത്രം 11 CV കുഞ്ഞിരാമൻ, കൊല്ലം മയ്യനാട് നിന്ന്. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? അഞ്ചുതെങ്ങ്. എന്നാ വന്ന സ്വദേശാഭിമാനി പത്രം? 1905. ഓക്കെ. അല്ലമീൻ എന്ന പത്രം മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. പ്രഭാതം എന്ന പത്രം EMS ആണ്. കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് പത്രം ഏതെന്ന് ചോദിച്ചാൽ പ്രഭാതം പറയണ്ടേ. അല്ലമീൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. അൽ ഇസ്ലാം വക്കം അബ്ദുൾ ഖാദർ മൗലവി. സുജന നന്ദിനി പരവൂർ കേശവനാശാനാണ്. സുജന നന്ദിനി. കേരള കലാമണ്ഡലത്തിന്റെ പോയിന്റ് ഒന്ന് പഠിച്ചു വെച്ചേരെ. 1927 ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് വരികയും 1930 നവംബർ 9 ഉദ്ഘാടനം ചെയ്തു. അപ്പൊ കേരള കലാമണ്ഡലം വന്നതെന്ന് 1930 നവംബർ 9. സ്ഥാപകൻ വള്ളത്തോളും മണക്കുളം മുകുന്ദരാജയുമായിരുന്നു സ്ഥാപകൻ. കേരള കലാമണ്ഡലത്തിന്റെ ആദ്യത്തെ രക്ഷാകർത്തൃ സ്ഥാനം ആർക്കായിരുന്നു? കാരണവപ്പാട് അഥവാ കുഞ്ഞുണ്ണി തമ്പുരാൻ എന്ന് പറയുന്ന ആളാണ് കേരള കലാമണ്ഡലത്തിന്റെ രക്ഷകർത്താവ് എന്ന് വിളിക്കുന്നത്. ആരാണ്? കാരണവപ്പാട് അഥവാ കുഞ്ഞുണ്ണി തമ്പുരാൻ. ഇത് സ്ഥിതി ചെയ്യുന്നത് വള്ളത്തോൾ ചെറുതുരുത്തിയിലെ തൃശ്ശൂര് ചെറുതുരുത്തിയിലെ വള്ളത്തോൾ നഗറാണ്. ഇതിന്റെ ആസ്ഥാനം മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ആസ്ഥാനം നാട്യഗ്രഹ. സർക്കാർ ഏറ്റെടുത്തത് 57-ലും കൽപ്പിത സർവകലാശാല പദവി കിട്ടിയത് ഈ 2007-ലും UGCയുടെ A കാറ്റഗറി പദവി കിട്ടിയത് 2010-ലുമാണ്. അപ്പൊ വന്നത് 30-ലാണ്. കേരള സർക്കാർ ഏറ്റെടുത്തത് 57-ൽ, കൽപ്പിത സർവകലാശാല പദവി കിട്ടിയത് 2007, UGCയുടെ A കാറ്റഗറി പദവി കിട്ടിയത് 2019 കൂടിയാണ്. നിലവിലെ ചാൻസലർ മല്ലിക സാരാഭായും നിലവിലെ വൈസ് ചാൻസലർ B അനന്തകൃഷ്ണനുമാണ്. നിലവിലെ ചാൻസലർ മല്ലിക സാരാഭായും നിലവിലെ വൈസ് ചാൻസലർ B അനന്തകൃഷ്ണനുമാണ്. കേരളത്തിലെ പ്രധാന സാംസ്കാരിക സ്ഥാപനങ്ങൾ വർഷങ്ങൾ നോക്കുക. കേരള സാഹിത്യ അക്കാദമി 56 ഓഗസ്റ്റ് 15 തൃശ്ശൂർ വന്നു. കേരള സംഗീത നാടക അക്കാദമി 58 തൃശ്ശൂര് ചെമ്പുകാവ്. കേരള ലളിതകലാ അക്കാദമി 62-ൽ തൃശ്ശൂര് ചെമ്പുകാവ്, 62 നവംബർ 28. കേരള ഫോക്ലോർ അക്കാദമി മാത്രം തൃശ്ശൂരല്ല, 95-ൽ വന്ന ഫോക്ലോർ അക്കാദമി കണ്ണൂര് ചിറക്കലാണ് ആസ്ഥാനം. അപ്പൊ സാഹിത്യ അക്കാദമിയും സംഗീത അക്കാദമിയും ലളിതകലാ അക്കാദമിയും തൃശ്ശൂർ വന്നപ്പോൾ ഫോക്ലോർ അക്കാദമി അഥവാ നാടൻകല അക്കാദമി കണ്ണൂര് ചിറക്കലാണ്. സാഹിത്യം 56, സംഗീതം 58, ലളിതകല 62, ഫോക്ലോർ അക്കാദമി 95. ഇത് പ്രവർത്തനം തുടങ്ങുന്നത് 96-ആണ്. കണ്ണൂര് ചിറക്കലാണ്. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം എവിടെ? വെരി വെരി ഇമ്പോർട്ടന്റ്. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം. കേരള നടനത്തിന്റെ പിതാവല്ലിയുടെ ഗുരു ഗോപിനാഥ്, വട്ടിയൂർക്കാവ്. ഉണ്ണായി വാര്യർ സ്മാരകം ഇരിങ്ങാലക്കുട. സ്കൂൾ ഓഫ് ഡ്രാമ തൃശ്ശൂർ അരനാട്ടുകര. സ്കൂൾ ഓഫ് ഡ്രാമ തൃശ്ശൂർ അരനാട്ടുകര. മൊയിൻകുട്ടി വൈദ്യർ സ്മാരകം മാപ്പിളപ്പാട്ടിന്റെ
മഹാകവി എന്ന് വിളിക്കുന്നത് മൊയിൻകുട്ടി വൈദ്യരല്ലേ? മലപ്പുറം കൊണ്ടോട്ടി. കുഞ്ഞാലി മരക്കാർ സ്മാരകം കോഴിക്കോട് ഇരിങ്ങൽ. കുഞ്ഞാലി മരക്കാർ സ്മാരകം കോഴിക്കോട് ഇരിങ്ങൽ. AR രാജരാജവർമ്മ സ്മാരകം മാവേലിക്കര. AR രാജരാജവർമ്മ സ്മാരകം മാവേലിക്കര. അപ്പൊ ഗുരു ഗോപിനാഥ് നടന ഗ്രാമം വട്ടിയൂർക്കാവ്. ഉണ്ണായി വാര്യർ സ്മാരകം ഇരിങ്ങാലക്കുട. സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ അരനാട്ടുകര. മൊയിൻകുട്ടി വൈദ്യർ സ്മാരകം മലപ്പുറം കൊണ്ടോട്ടി. കുഞ്ഞാലി മരക്കാർ സ്മാരകം കോഴിക്കോട് ഇരിങ്ങൽ. AR രാജരാജവർമ്മ സ്മാരകം മാവേലിക്കര. വാസ്തുവിദ്യാ ഗുരുകുലം ആറന്മുള. കേരളത്തിൽ വാസ്തുവിദ്യാ ഗുരുകുലം ആറന്മുള. ആദ്യ ഹെറിറ്റേജ് വില്ലേജ് കൽപ്പാത്തി അഗ്രഹാരമാണ്. കേരളത്തിലെ ആദ്യത്തെ ഹെറിറ്റേജ് വില്ലേജ് കൽപ്പാത്തി അഗ്രഹാരം. ഹിൽ പാലസ് മ്യൂസിയം തൃപ്പൂണിത്തറ. എറണാകുളം തൃപ്പൂണിത്തറയാണ് ഹിൽ പാലസ് മ്യൂസിയം. ഉള്ളൂർ സ്മാരകം ജഗതി. കുമാരനാശാൻ സ്മാരകം തോന്നക്കൽ. സഹോദരൻ അയ്യപ്പൻ സ്മാരകം എറണാകുളം ചേറായി. ഉള്ളൂര് ജഗതി, കുമാരനാശാൻ സ്മാരകം തോന്നക്കൽ, സഹോദരൻ അയ്യപ്പൻ സ്മാരകം എറണാകുളം ചേറായി. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം എറണാകുളം ചേരാനല്ലൂർ. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ സ്മാരകം പാലക്കാട് കോട്ടായി. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ പാലക്കാട് കോട്ടായി. ജോസഫ് ഉണ്ടശ്ശേരി സ്മാരകം തൃശ്ശൂര് കണ്ടശാങ്കടവ്. തൃശ്ശൂര് കണ്ട. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ സ്മാരകങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട കലകൾ ജില്ലകൾ ഒരുവിധം അറിയാം, എന്നാലും നമ്മുടെ പോർഷനിൽ അങ്ങ് എഴുതിയതാ. യക്ഷഗാനം കാസർഗോഡ്, തെയ്യം കണ്ണൂര്, ഗദ്ദിക വയനാട്, കുതിരകളി മലപ്പുറം, വേലകളി തൃശ്ശൂർ. പുലികളിയും തൃശ്ശൂരാണ്. വേലകളി, പുലികളി, കുമ്മാട്ടിക്കളി ഇതൊക്കെ തൃശ്ശൂരാ. പൊറാട്ട് നാടകം പാലക്കാടാണ്. പൊറാട്ട് നാടകം പാലക്കാടാണ്. പാ വെച്ച് പഠിച്ചു വെച്ചാൽ മതി. ആര്യമാല നാടകം പാലക്കാട്. കന്യാർ കളി പാലക്കാട്. മീനാക്ഷി കല്യാണം പാലക്കാട്. അപ്പൊ ആര്യമാല നാടകം പാലക്കാട്, കന്യാർ കളി പാലക്കാട്, മീനാക്ഷി കല്യാണം പാലക്കാട്. അർജുന നൃത്തം പ്രധാനമായിട്ടും കോട്ടയമാണ്. ആലപ്പുഴയുടെ കുറച്ച് ഭാഗത്തുണ്ട്. അർജുന നൃത്തം കോട്ടയം. വേലകളി ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ അമ്പലപ്പുഴ വേലകളി. കാക്കാരശ്ശി നാടകം തിരുവനന്തപുരം. കാക്കാരശ്ശി നാടകം അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം. ഒന്ന് റിവിഷൻ നടത്തി വെച്ചിരിക്കണേ, ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ആയോധന കലയുടെ മാതാവ് എന്ന് വിളിക്കുന്നത് നമ്മുടെ കളരിപ്പയറ്റിനെ. ആയോധന കലയുടെ മാതാവ് കളരിപ്പയറ്റ്. അസുരവാദ്യം ചെണ്ടയാണ്. അസുരവാദ്യം ഏതാ? ചെണ്ട. അഭിനയത്തിന്റെ അമ്മ, കലകളുടെ മുത്തശ്ശി എന്നൊക്കെ വിളിക്കുന്നത് കൂടിയാട്ടത്തിനെ. അഭിനയത്തിന്റെ അമ്മ, കലകളുടെ മുത്തശ്ശി എന്ന് വിളിക്കുന്നത് കൂടിയാട്ടം. പാവങ്ങളുടെ കഥകളി ഓട്ടം തുള്ളലാണ്. ടോട്ടൽ തിയേറ്റർ, വെട്ടത്ത് സമ്പ്രദായം അതൊക്കെ കഥകളിയാണ്. ടോട്ടൽ തിയേറ്റർ എന്നും വെട്ടത്ത് സമ്പ്രദായവും കഥകളി. ദേവദാസി നൃത്തം, ദാസിയാട്ടം എന്നൊക്കെ വിളിക്കുന്നത് മോഹിനിയാട്ടത്തെ. ദാസിയാട്ടം എന്നൊക്കെ വിളിക്കുന്നത് മോഹിനിയാട്ടം. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ 2 കലാരൂപങ്ങൾ ഏതൊക്കെ? കൂടിയാട്ടത്തിന് 2001 മുടിയേറ്റിന് 2010. വർഷം തെറ്റരുത്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ കൂടിയാട്ടത്തിന് കിട്ടിയത് 2001, മുടിയേറ്റ് 2010 കൂടിയാണ്. കൂടിയാട്ടത്തിന്റെ കുലപതി അമ്മന്നൂർ മാധവ ചാക്യാരും സോപാന സംഗീതത്തിന്റെ കുലപതി ഞെരളത്ത് രാമപൊതുവാളുമാണ്. കൂടിയാട്ടത്തിന്റെ കുലപതി അമ്മന്നൂർ മാധവ ചാക്യാരും സോപാന സംഗീതത്തിന്റെ കുലപതി ഞെരളത്ത് രാമപൊതുവാളുമാണ്. അതുപോലെ മോഹിനിയാട്ടത്തിന്റെ മാതാവ് കല്യാണിക്കുട്ടിയമ്മ, രാമനാട്ടത്തിന്റെ പിതാവ് കൊട്ടാരക്കര തമ്പുരാൻ, കഥകളിയുടെ പിതാവ് കോട്ടയം തമ്പുരാൻ, കേരള നടനത്തിന്റെ പിതാവ് ഗുരു ഗോപിനാഥ്, കൃഷ്ണനാട്ടത്തിന്റെ പിതാവ് മാനവേദൻ രാജാവ്, ചവിട്ടുനാടകത്തിന്റെ പിതാവ് ചിന്നത്തമ്പി പിള്ള, യക്ഷഗാനത്തിന്റെ പിതാവ് പാർത്തി സുബ്ബൻ. യക്ഷഗാനത്തിന്റെ പിതാവ് പാർത്തി സുബ്ബൻ. ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം മോഹിനിയാട്ടം കല്യാണിക്കുട്ടിയമ്മ, രാമനാട്ടം കൊട്ടാരക്കര തമ്പുരാൻ, കഥകളിയാമ്പം കോട്ടയം തമ്പുരാൻ, കേരള നടനം ഗുരു ഗോപിനാഥ്, കൃഷ്ണനാട്ടം മാനവേദൻ രാജാവ്, ചവിട്ടുനാടകം ചിന്നത്തമ്പിപ്പിള്ള, യക്ഷഗാനം പാർത്തി സുബ്ബനാണ്. ഇന്ത്യയിലെ പ്രധാന നൃത്തരൂപങ്ങൾ സംസ്ഥാനങ്ങൾ നോക്കിയേ. മോഹിനിയാട്ടം കേരളം, ഭരതനാട്യം തമിഴ്നാട്, യക്ഷഗാനം കർണാടക, കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്. അത് 4 നമുക്ക് എന്തായാലും അറിയാം. മോഹിനിയാട്ടം കേരളം, ഭരതനാട്യം തമിഴ്നാട്, യക്ഷഗാനം കർണാടക, കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്. ബംഗ്ര പഞ്ചാബ്. ഗർഭ, ദാണ്ഡിയ, ദണ്ഡിയ നൃത്തരൂപങ്ങളൊക്കെ ഗുജറാത്തിലാണ്. ഗർഭ, ദാണ്ഡിയ ഗുജറാത്ത്. കഥക് ഉത്തർപ്രദേശ്. തമാശ മഹാരാഷ്ട്ര. ബിഹു, സാത്രിയ ആസാം, ഖയാൽ രാജസ്ഥാൻ. ബിഹു, സാത്രിയ ആസാം, ഖയാൽ രാജസ്ഥാൻ. തമാശ മഹാരാഷ്ട്ര, കഥക് ഉത്തർപ്രദേശ്. പഠിച്ചിട്ട് കയറണേ. സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന വാദ്യമല്ലേ? ഇടയ്ക്ക ആണ്. കൂടിയാട്ടത്തിന് ഏത് വാദ്യ? മിഴാവ്. കൂടിയാട്ടത്തിന് മിഴാവ്. പടയണിക്കോ? തപ്പ്. പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യം തപ്പും. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യം
വാദ്യം മിഴാവും. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ്? ഇടയ്ക്കയാണ്. ഓക്കെ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവല്ലിയുടെ നന്ദൻലാൽ ബോസ്. കേരള ചിത്രകലയുടെ പിതാവ് ആരാ? രാജാ രവിവർമ്മ. കേരളത്തിന്റെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്ന് ചോദിച്ചാൽ KCS പണിക്കരാണ് പറയേണ്ടത്. കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് KCS പണിക്കർ. കേരളത്തിന്റെ അമൃത ഷെർഗിൽ എന്നറിയപ്പെടുന്ന ഒരു ചിത്രകാരിയുണ്ട്, TK പത്മിനി. ഗ്രാമീണ ജീവിതങ്ങളാണ് കൂടുതലും പ്രതിപാദിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിന്റെ അമൃത ഷെർഗിൽ എന്നറിയപ്പെടുന്നത് ആരെയാണ്? TK പത്മിനിയാണ് കേട്ടോ. ഇന്ത്യൻ രാഷ്ട്രീയ കാർട്ടൂണിന്റെ പിതാവ് കാർട്ടൂണിസ്റ്റ് ശങ്കറാണ്. രാഷ്ട്രീയ കാർട്ടൂണിന്റെ പിതാവ് ഇദ്ദേഹമാണ്. ന്യൂഡൽഹിയിൽ ചിൽഡ്രൻ ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചത്. 1957 ചിൽഡ്രൻ ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചത് കാർട്ടൂണിസ്റ്റ് ശങ്കറാണ്. ശങ്കർ മെമ്മോറിയൽ നാഷണൽ കാർട്ടൂൺ മ്യൂസിയം നമ്മുടെ കായംകുളത്ത് കൃഷ്ണപുരത്തുണ്ട്. അപ്പൊ ദേശീയ കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കായംകുളം കൃഷ്ണപുരത്താണ്. ശങ്കർ മെമ്മോറിയൽ ആണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി കാനായി കുഞ്ഞിരാമൻ പ്രധാന ശില്പിയല്ലേ ഇന്ത്യയിലെ? കേരളത്തിലെ പ്രധാന ശില്പി. അദ്ദേഹത്തിന്റെ ചില പ്രധാന ശില്പങ്ങൾ മലമ്പുഴ അണക്കെട്ടിനടുത്തുള്ള യക്ഷി എന്ന ശില്പം, മലമ്പുഴ ഗാർഡനിലെ യക്ഷി എന്ന ശില്പം, ശംഖുമുഖം കടപ്പുറത്തെ ജലകന്യക, വേളി കടപ്പുറത്തെ ശംഖ്, പയ്യാമ്പലം ബീച്ചിലെ പയ്യാമ്പലം എന്ന സ്ഥലത്തെ അമ്മയും കുഞ്ഞും, ഇതൊക്കെ കാനായി കുഞ്ഞിരാമന്റെ പ്രധാനപ്പെട്ട ശില്പങ്ങളാണ്. ചോദിക്കാൻ പറ്റിയത്. കർണാടക സംഗീതത്തിൽ മൊത്തം 72 രാഗങ്ങളുണ്ട്. കർണാടക സംഗീതത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് പുരന്ദരദാസനാണ്. ഇങ്ങനെയുള്ളതൊക്കെ വരുന്നത് കൊണ്ടാണ് അങ്ങ് എഴുതുന്നത്. പുരന്ദരദാസൻ. കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്ന് വിളിക്കുന്നത് മുത്തുസ്വാമി ദീക്ഷിതർ, ത്യാഗരാജസ്വാമികൾ, ശ്യാമശാസ്ത്രികളാണ്. മുത്തുസ്വാമി ദീക്ഷിതർ, ത്യാഗരാജസ്വാമികൾ, ശ്യാമശാസ്ത്രികളാണ് കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്ന് വിളിക്കുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. അതും മലയാള ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? മലയാള ശാകുന്തളം നളചരിതം ആട്ടക്കഥ. ആരാ എഴുതിയത്? ഉണ്ണായി വാര്യർ. നളചരിതം ആട്ടക്കഥ എഴുതിയത് ആരാണ്? ഉണ്ണായി വാര്യർ. നളചരിതം ആട്ടക്കഥയെ മലയാള ശാകുന്തളം എന്ന് വിളിച്ചത് ആരാന്നറിയാമോ? അത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരിയാണ് നളചരിതം ആട്ടക്കഥയെ മലയാള ശാകുന്തളം എന്ന് വിളിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. പഠിച്ചു വെച്ചിരിക്കണേ. കുറെ നല്ല ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിരിച്ചാകുമ്പോൾ നിങ്ങൾക്ക് ടോപ്പിക്കിൽ നിന്ന് വെളിയിൽ നിന്ന് ഒരു റിവിഷനും കൂടെ ആവുമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യത്യസ്തതയും കൂടെ അങ്ങോട്ട് എഴുതി വരുന്നത്. ചിലവർ മെസ്സേജ് ഇടുന്നുണ്ട് ഒരു ടോപ്പിക്ക് റിവിഷൻ തരണേന്ന്. അപ്പൊ എപ്പോഴും ഇനി ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ഇന്ന് കേരള നവോത്ഥാനത്തിന്റെ കൊച്ചു ഇമ്പോർട്ടന്റ് പറഞ്ഞു പോയി. അതുപോലെ ഓരോ റിവിഷനും കൂടെ കൊണ്ടുവരാം. മാക്സിമം സയൻസിനും കൂടെ ഇമ്പോർട്ടന്റ് കൊടുക്കണേ. നിങ്ങൾക്ക് ഹിസ്റ്ററി, ജോഗ്രഫി, ഭരണഘടനയൊക്കെ ഒരുവിധം മാർക്ക് കിട്ടും. സയൻസിനും കൂടെ ഇച്ചിരി കൂടുതൽ. സ്കൂൾ ടെസ്റ്റ് 5, 6, 7, 8 സ്കൂൾ ടെസ്റ്റ് 9, 10 വരെയുള്ള സ്കൂൾ ടെസ്റ്റിലെ സയൻസിലെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ആവശ്യമായ ടോപ്പിക്കിലെ അങ്ങ് നല്ലോണം പഠിക്കാനും കൂടെ നോക്കുക കേട്ടോ. ബേസിക് സയൻസ് തെറ്റാതെ നോക്കണം. എന്നാൽ കഴിയുന്നത് ഞാൻ കൂടെ റിവിഷൻ ആയിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ ഇന്നത്തെ ചെറിയൊരു ഭാഗമേ ഉള്ളായിരുന്നു. എന്നാലും കുറെ നല്ല ചോദ്യങ്ങളാണ്. കലയുമായി ബന്ധപ്പെട്ടതും സാംസ്കാരിക സ്ഥാപനങ്ങളും ഒക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. നല്ലൊരു റിവിഷൻ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റുകൾ ഇടുക. നിങ്ങളുടെ സ്നേഹത്തോടുള്ള തീർച്ചയായിട്ടും അടുത്ത നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.